ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. ഞാനിപ്പോൾ ഒരു പനിയായി ചെങ്ങന്നൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ഈ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. പക്ഷേ ഒരു ദിവസം പോലും നമ്മളത് മുടങ്ങാൻ പാടില്ല എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സത്യമാർഗം അഥവാ സത്യവിശ്വാസം പഠിപ്പിച്ച സഭകളിൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ ചഞ്ചല മനസ്കരാക്കുന്നവരുടെ സ്വഭാവത്തെ മിസ്റ്റർ പൗലോസ് ശ്ലീഹ അതിരൂക്ഷമായി ഇവിടെ വിമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പരിച്ഛേദന ആദ്യം ഏൽക്കണമെന്നുള്ള യഹൂദീകരണവാദികൾക്കെതിരെ അദ്ദേഹം വസ്തുതകൾ നിരത്തിവെക്കുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹം പറയുന്നു, മശിഹ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൽ പാപദാസ്യത്തിൽ നിന്നും ക്രൂശ് മരണം മൂലം നമുക്ക് താൻ നൽകിയതായ സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. പഴയ കർമ്മങ്ങൾക്കൊരിക്കലും നമ്മൾ കീഴ്പ്പെടരുത്. നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കുന്നത് പഴയതിന് കീഴ്പ്പെടുകയാണ്. അവർക്ക് മശിഹായെ കൊണ്ടൊരു പ്രയോജനവുമില്ല. യഹൂദവൽക്കരണ ഉപദേശത്തിന് വഴങ്ങുന്നവർ ന്യായപ്രമാണത്തെ പ്രവർത്തനത്താൽ നീതീകരിക്കപ്പെടുമെന്ന് കരുതുന്നവർ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ന്യായപ്രമാണത്തിലുള്ളതെല്ലാം അനുഷ്ഠിക്കാത്തവൻ ശാപഗ്രസ്തനാണെന്ന് അതിൽ തന്നെ പറയുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മാത്രം പോരാ. രണ്ടാമത്, ഈ പ്രവർത്തനം മൂലം മശിഹായിൽ നിന്ന്, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ അന്യരാകുകയും ചെയ്യും. വാക്യം 5 അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വിശ്വാസം വഴിയുള്ള നീതീകരണത്തിനായി ആത്മാവിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്. വാക്യം 6, പരിച്ഛേദനയും അഗ്രചർമ്മവുമല്ല, ക്രിസ്തീയ പ്രമാണങ്ങൾ പ്രത്യുത സ്നേഹത്തിലൂടെ പ്രവർത്തിക്കാനുള്ള വിശ്വാസമാണ് പ്രധാനമായിട്ടുള്ളത്. ക്രിസ്തുവിൽ നിന്ന് അന്യമായ ഈ പ്രേരണ അഥവാ ഈ ചിന്താഗതി നിങ്ങളിൽ വരുത്തിയത് ക്രിസ്തുവല്ല എന്ന് നിശ്ചയം. അപ്പം അദ്ദേഹം പറയുന്നു, അല്പം ഇത് പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ചില ആളുകളുടെ ഈ തെറ്റായ ചെറിയ ഉപദേശങ്ങൾ അത് നിങ്ങളെ മുഴുവൻ ദുഷിപ്പിക്കും, സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ വിപരീതം പ്രസംഗിക്കുന്നവർ ശിക്ഷ ഏൽക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലൂടെ പറയുന്നു. 10-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഞാനും ക്രൂശ് നിമിത്തമുള്ള രക്ഷയല്ലാതെ പരിച്ഛേദന ആവശ്യമെന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഇടർച്ച എനിക്കൊരിക്കലും വരത്തില്ലായിരുന്നു. പക്ഷേ എന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട. 11-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പൂർണ്ണമായി വിച്ഛേദിച്ചു മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും നമുക്ക് സാധ്യമല്ല. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. 13-ാം വാക്യം, ഗൗരവമേറിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ശേഷം ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് അവിടെ തുടരുകയാണ്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിനാൽ നൽകപ്പെട്ടതാണ്. ക്രിസ്തുവിനോടുള്ള ദാസ്യവുമാണത്. അപ്പം വിശ്വാസികൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആകയാൽ അവർ സ്വാതന്ത്ര്യത്തിൽ എന്നും നിലനിൽക്കണം. സ്വാതന്ത്ര്യം ഒരിക്കലും, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയ്ക്കൊരിക്കലും മുഖാന്തരമാകരുത്. സ്നേഹപൂർവമായ പരസ്പര സേവനം കാരണം ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് പരസ്പര സ്നേഹത്തിലാണ്. പരസ്പര കലഹം നാശകാരണമാണ്. അദ്ദേഹം പറഞ്ഞു, ആത്മ ജഡ അഭിലാഷങ്ങൾ പരസ്പര വിരുദ്ധമാകിയാൽ
ആത്മാവിലെ വ്യാപരിക്കാവൂ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ന്യായപ്രമാണ വിധേയമുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളായി 16 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളായി 9 കാര്യങ്ങളും അദ്ദേഹം ഇവിടെ പറയുന്നു. ജഡത്തിൻ്റെ ആ സ്വഭാവം, പ്രവൃത്തി എന്തെല്ലാമാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമുക്ക് ഇടയായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.